കഴിഞ്ഞ ദിവസം കിച്ചു പങ്കുവച്ച വീഡിയോയ്ക്ക് പകരം മറുപടിയുമായി രേണുവിൻ്റെ വീഡിയോ എത്തിയിരിക്കുന്നു. തലയിൽ മുടി ഷേവ് ചെയ്തതുകൊണ്ടും അത് മുറിച്ചു മാറ്റിയതുകൊണ്ടും തന്നെ ഇപ്പോൾ സ്കാർഫ് കെട്ടി വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് രേണുവിനെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. മോനെ കിച്ചു, നീ എന്നോട് പറഞ്ഞതാണ് നന്നായി എന്ന്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് നന്നായി എന്ന് പറഞ്ഞ മോൻ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കുറ്റം പറയുന്നു. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇത്ര രൂപയാണ് എന്ന് നിന്നോട് പറഞ്ഞപ്പോഴേക്കും നീ ഗുഡ് എന്നാണ് മോനെ എന്നോട് പറഞ്ഞത്. വേണ്ട അമ്മേ, സബ്സ്ക്രിപ്ഷൻ വേണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. പിന്നെ എന്തിനാണ് കിച്ചു ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? എന്നെ വെറുതെ വിടൂ. എൻ്റെ പൊന്നു കിച്ചു, ഇതൊന്ന് നിർത്തൂ. നമുക്കിതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിഴക്കണ്ട. ഇതാണ് ഇപ്പോൾ രേണു പറയുന്നത്. എനിക്കിത് മറുപടി സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടി വന്നത് നീ ഇത് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഒരുപക്ഷെ ഇതൊന്നും പറയില്ലായിരുന്നു. രേണു വളരെയധികം സങ്കടത്തോടെയാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് രേണുവിന് പെട്ടെന്ന് പറ്റിയതെന്ന് ചോദിക്കുന്നു. രേണുവിനോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും നല്ല കാര്യം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ രേണുവിൻ്റെ അവസ്ഥ കണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. കിച്ചു, രേണു സബ്സ്ക്രിപ്ഷൻ വീഡിയോ തുടങ്ങിയതിനെക്കുറിച്ചല്ല പറയുന്നത്. കിച്ചുവിൻ്റെ വിഷമം രേണു കിച്ചുവിനോട് പറയാതെ മറ്റ് വീഡിയോകളൊക്കെ പബ്ലിഷ് ചെയ്തുവെന്നും ലൈവിൽ വന്ന വീഡിയോ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചുമാണ്. കിച്ചു തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവൻ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. ആരോ പറഞ്ഞതോ എവിടെന്നോ കണ്ടതോമായിട്ടുള്ള വിവരങ്ങളാണ് അവന് ലഭിച്ചിരിക്കുന്നത്. അവൻ ചെറിയ കുട്ടിയല്ലേ, രേണു സമാധാനപ്പെടൂ. അവൻ സത്യമെല്ലാം മനസ്സിലാക്കി വരും. അവൻ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. രേണു ഇപ്പോൾ റെസ്റ്റ് എടുക്കും. അവൻ കുറ്റം പറഞ്ഞത് സബ്സ്ക്രിപ്ഷനെ അല്ല, മറിച്ച് അവൻ കുറ്റം പറഞ്ഞ ലൈവിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വീഡിയോ ആണ്. എൻ്റെ ചുണ്ട് ഡ്രൈ ആയതുകൊണ്ട് ഞാനത് കാണിച്ചതാണ്. അല്ലാതെ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ തെറ്റിദ്ധരിക്കാൻ മാത്രം അതിനകത്തൊന്നുമില്ല. രേണു പലപ്പോഴായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ പലർക്കും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പലരും പറയുന്നത് ഇത് രേണുവിൻ്റെ സത്യാവസ്ഥയല്ല എന്ന് തന്നെയാണ്. എന്നാൽ അവർക്കൊന്നും തന്നെ കാര്യം കൃത്യമായി അറിയില്ല. എന്നാൽ കിച്ചു രേണുവിനെ മനസ്സിലാക്കുമെന്നാണ് രേണു കരുതിയത്. എന്നാൽ അവിടെയും കിച്ചുവിനും രേണുവിനും തെറ്റുകയായിരുന്നു. മനഃപൂർവ്വം ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുക വീഡിയോ ആണ് അവർ ചെയ്തത്. ആ ലൈവിൽ നിന്ന് അത് കട്ട് ചെയ്ത് ലീക്ക് ചെയ്ത ആൾക്ക് എന്ത് നേടേ? ഒന്നും നേടാൻ സാധിച്ചില്ല. കുറച്ച് റീച്ച് കിട്ടിക്കാണും. പക്ഷെ നോക്കൂ, ഒരു കുടുംബമാണ് തകർന്നിരിക്കുന്നത്. രേണു ചുണ്ട് ഡ്രൈ ആയി പോയി എന്ന് പറഞ്ഞ് കാണിച്ച ആ വീഡിയോ വളരെയധികം വൾഗറായി രീതിയിൽ ചിത്രീകരിച്ച് അത് ലൈവിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി പുറത്ത് ലീക്കാക്കിയവർ ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വീഡിയോ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് അവസാനം ചെന്നെത്തുന്നത് ഇത്തരം രീതിയിലേക്കായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ദുഃഖമായി അത് മാറും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട്. രേണുവിനോടൊപ്പം കിച്ചുവിനോടൊപ്പം എല്ലാവരും നിൽക്കുന്നു. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. തമ്മിലടുപ്പിക്കുകയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.